അസ്സലാമു അലൈക്കും. അവർ ദുബായ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹാദിയ ഫീസ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ദുബായ് ലാസ്റ്റ് എക്സിറ്റിലുള്ള പ്രോമിസ് ബ്രിഡ്ജിലാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ട്രക്സ് ഒക്കെ കാണാമല്ലേ നിങ്ങൾക്ക്? എന്താ പറയുക, ഒരുപാട് ഫുഡ് ട്രക്സ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കാറിലിരുന്നിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ എന്താണ് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോമിസ് ബ്രിഡ്ജ് ആണ്. 2 പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ബോഗൺവില്ല വെച്ച് ആർച്ച് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ബോഗൺവില്ലായിട്ട് ആർച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ഉണ്ട്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഒരു വിഷിംഗ് വെല്ലുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്, കാണാൻ പറ്റിയ സ്റ്റാച്യൂസ് ഇട്ട് അതിന് തൊടാം, പക്ഷെ അതിന് മേലെ കയറി ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഉള്ളത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു റിവർ ഉണ്ട്. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ് ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു സ്റ്റാച്യൂസിൻ്റെ അടുത്താണ്. നല്ല എന്താ പറയുക, കുഞ്ഞു മാനുകളുടെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, ഒരു ഉന്തുവണ്ടീൻ്റെ ആ ടയറൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം ഞാൻ നടന്ന് വരുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട്. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ കയറിയത് പ്രോമിസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഞാൻ കുറേ നടന്ന് ഞാൻ അതിൻ്റെ പ്രോമിസ് ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂട്ടുണ്ട്. പൂട്ടും താക്കോല്, അതായത് നമ്മൾ ഈ പൂട്ട് ഇവിടെ പൂട്ടിയിട്ട് രണ്ടാളും കൂടി പ്രോമിസ് ചെയ്ത് പൂട്ടിയിട്ട് ആ ചാവി റിവറിലേക്ക് എറിയാന്നാണ് ഇവിടുത്തെ സംഭവം വരുന്നത്. റിവറൊക്കെ മാൻമെയ്ഡ് റിവറാണ് കേട്ടോ. നമ്മുടെ അവിടെയുള്ള റിവറൊന്നുമല്ല, ഫുള്ളായിട്ട് മാൻമെയ്ഡായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്താ, അതിൽ തന്നെ ഒരുപാട് നല്ല പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും എടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ. പിന്നെ ബോഗൺവില്ലായിട്ടും ഒരുപാടായിട്ടും നല്ല രസമുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പോയത്, ഞാൻ പറഞ്ഞില്ലേ ബോഗൺവില്ലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് എന്ന്, ആർച്ച് പോലെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു ഫാമിലീസിനും ആയാലും ഒരു എന്താ പറയുക കപ്പിൾസിനായാലും വന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഈ മാൻമെയ്ഡ് റിവറിൽ ഒരു മാൻമെയ്ഡായിട്ട് ഇതായിട്ടുള്ള ഒരു വഞ്ചിയൊക്കെ ഉണ്ട്. ഫുള്ളും എന്താ പറയുക നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ ഓരോ ഭാഗത്ത് നിന്നിട്ടും ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒക്കെ ഫുൾ എന്താ പറയുക നല്ല അടിപൊളിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും വന്നാൽ തന്നെ. ഞാൻ പറഞ്ഞ വിഷിംഗ് വെല്ല് ഇതാണ് കേട്ടോ, ഒരു കിണർ പോലെ ആക്കിയിട്ട് അതിൽ ആൾക്കാർ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദറംസൊക്കെ ഇട്ടിട്ടുണ്ട്, 1 ദറംസ് അതുപോലെ ഒക്കെ കോയിൻസാണ് കേട്ടോ അവരിടുന്നത്, വെള്ളത്തിലല്ലേ. പിന്നെ ഞാൻ പറഞ്ഞൊരു സ്റ്റാച്യു ഇതാണ് വരുന്നത്. അവിടെ എന്താ പറയുക, എല്ലാ ഐസ്ക്രീംസും എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ വേറൊരു സ്റ്റാച്യൂസ്, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാവരും ഒക്കെ നോക്കിയിട്ടാണ് പോണത്. പിന്നെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. കാരണം ഫ്രൈഡേ ഈവനിങ് ആയ കാരണം നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വേഗം പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ നല്ല എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ പിന്നെ പോയത് നേരെ പാനൂർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ നല്ല ഫുഡാണ്, ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുണ്ട്. എന്താ പറയുക, നല്ല അടിപൊളി ഫുഡാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് മാങ്ങപ്പിലിട്ട് പൈനാപ്പിൾ ഒക്കെ കഴിക്കാം. പിന്നെ സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്ത്, പിന്നെ സലാഡും വന്നിട്ടുണ്ടായിരുന്നു. സലാഡ് ഞാൻ കഴിച്ചു, മട്ടൺ സൂപ്പ് കഴിച്ച്. ഞങ്ങൾ പിന്നെ പൊറോട്ടയും ബീഫ് ചില്ലിയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.